കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം കുഴലിൽ നീ തേൻ ചൊരിഞ്ഞു. ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം കുഴലിൽ നീ തേൻ ചൊരിഞ്ഞു. എന്റെ പളുങ്കുടി ചിറകുള്ള സ്വപ്നജാലങ്ങളെ പറക്കും തളികയിൽ എടുത്തുയർത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ. മഞ്ഞലയിൽ കുളിപ്പിക്കും മാർഗഴി മാസത്തിൻ മംഗളം പാലയായി ഇതൾ വീരിച്ചു. മഞ്ഞലയിൽ കുളിപ്പിക്കും മാർഗഴി മാസത്തിൻ മംഗളം പാലയായി ഇതൾ വീരിച്ചു. ഇപ്പോളായിരം കാവടി കലശങ്ങളാടുമെന്റെ ചേതനയെ സ്വർഗത്തിൽ പിടിച്ചിരുത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ. നിന്റെ തങ്കവള ചിത്രവള താരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി. ഓഹോ ശമ്പളം കുറവ് ഉള്ള ആളുകൾ ശമ്പളം കൊടുക്കുന്നവരായി മാറുക. അപ്പോൾ ആ പ്രശ്നം തീരും. കാര്യം പിടികിട്ടിയോ? ശമ്പളം മേടിക്കുന്നവനാകണമെന്ന ജീവിത ലക്ഷ്യമായിട്ടല്ല ജീവിക്കേണ്ടത്. 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവനായിട്ട് ഞാൻ മാറും എന്നുള്ള ജീവിത ലക്ഷ്യത്തോടെ ജീവിച്ചാൽ ഈ പ്രശ്നം തീരും. കേരളം ഫ്ലറിഷ് ചെയ്യും. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ജനിച്ചു വീഴുന്നത് തന്നെ ശമ്പളം മേടിക്കാൻ പറ്റുന്നവരാകാൻ പറ്റുമോ എന്നോ ചിന്തിച്ചുകൊണ്ടാണ്. പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണ്. എന്നാൽ ഇന്ത്യയിലെ മറ്റ് പല സ്റ്റേറ്റുകളിലും ജനിച്ചു വീഴുന്ന ആളുകൾ 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവനായിട്ട് എങ്ങനെ മാറാമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും അവർ കുതിക്കുന്നു. അവർക്ക് സ്വന്തം നിലയിൽ നിലനിൽക്കാനുള്ള വരുമാനം ആ സംസ്ഥാനത്തുണ്ടാവുന്നു. നമ്മുടെ പരമ്പരാഗത ചിന്തയിൽ ശമ്പളം മേടിക്കുന്നവരാകണം, നല്ല ശമ്പളം കിട്ടുന്ന തൊഴിൽ ഇത് എന്ന് പറഞ്ഞാണ് നമ്മളെ വളർത്തുന്നത് തന്നെ, അല്ലെ? സംരംഭകരാകൂ. ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം കുഴലിൽ നീ തേൻ ചൊരിഞ്ഞു. എന്റെ പളുങ്കുടി ചിറകുള്ള സ്വപ്നജാലങ്ങളെ പറക്കും തളികയിൽ